ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശരൺ. ഇപ്പോൾ വീണ തൈക്കണ്ടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വിവരമാണല്ലോ, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി 6 മണിയോട് കൂടിയാണ് ഇ ഡി സംഘം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വീട്ടിൽ, തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ വീണ വിജയൻ അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പിണറായി വിജയൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ റെയ്ഡ് നടത്തുന്നതിനിടയിൽ തന്നെ വീണ വിജയന്റെ മൊഴിയെടുപ്പിലേക്ക് കൂടി ഇ ഡി കടക്കുകയും ചെയ്തിരുന്നത്. നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ അതിന് സമൻസ് നൽകിയുള്ള ഒരു മൊഴിയെടുപ്പിലേക്കല്ല നടന്നിരിക്കുന്നത്, പ്രാഥമികമായിട്ട് വിവരങ്ങൾ തേടുകയാണ് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ ഒരു മൊഴിയെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് പൂർത്തിയായത്. ഇനി പ്രധാനമായും നിലവിൽ ശേഖരിച്ചിരിക്കുന്ന മൊഴിയും ഒപ്പം തന്നെ ഈ രേഖകളും ഒക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ റെയ്ഡിന് പിന്നാലെ, അതായത് ഏകദേശം റെയ്ഡ് അവിടെ പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി നോക്കൂ, ഈ 7 മണിക്കൂറും വീണയുടെ മൊഴിയെടുക്കുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ. അവിടെ പരിശോധനയ്ക്കൊപ്പം മൊഴിയെടുക്കലാണോ ഉണ്ടായിട്ടുള്ളത്? അതിപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നു. ഈ 7 മണിക്കൂർ മൊഴിയെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഇതിനുശേഷം ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളത് സ്ഥിരീകരിക്കുകയാണോ ഇ ഡി? പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. വീണ തൈക്കണ്ടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. സമൻസ് നൽകിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് പിന്നീട് കടക്കുമെന്നുള്ളതാണ്. പി ആർ സുനിൽ കൂടി. സുനിൽ, ഇപ്പോൾ വീണയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുന്നു. 7 മണിക്കൂർ നീണ്ട ദീർഘമായ മൊഴിയെടുക്കലായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ മൊഴികളും രേഖകളും പരിശോധിച്ച ശേഷം സമൻസ് നൽകുമെന്ന് കൂടിയാണ് അറിയാനാകുന്നത്. അതായത് ചോദ്യം ചെയ്യൽ പിന്നീട് ഉണ്ടാകും എന്നതാണോ ഇപ്പോൾ നമ്മൾ ഇ ഡിയിൽ നിന്നും സ്ഥിരീകരിക്കുന്നത്? പി ആർ സുനിൽ. സ്മൃതി, ഇതുവരെ എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തു, എന്തൊക്കെ മൊഴികളാണ് വീണയിൽ നിന്ന് രേഖപ്പെടുത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഇപ്പോൾ ശേഖരിച്ച തെളിവുകൾക്ക് അപ്പുറത്ത് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഒരുപക്ഷെ ഇ ഡി നടത്തിയേക്കും. അതിന്റെ ഭാഗമായുള്ള സമൻസ് പിന്നീട് നൽകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. മൊഴി രേഖപ്പെടുത്തലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ CMR-ലുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വീണയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുകയാണ്. രാവിലെ നേരിട്ടെത്തി വീണയ്ക്ക് സമൻസ് നൽകിയ ശേഷം ഉടൻ തന്നെ മൊഴിയെടുക്കുന്ന, ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. വീണ വിജയനൊപ്പം തന്നെ പിണറായി വിജയന്റെ മൊഴി എടുത്തിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. മറ്റാരുടെയെങ്കിലും മൊഴി ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും വീണ തൈക്കണ്ടിയുടെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായിരിക്കുന്നു എന്ന സൂചന മാത്രമാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് ഇ ഡി ആസ്ഥാനത്ത് നിന്ന് സംസ്ഥാന സർക്കാരിനോട് വിവരങ്ങൾ തേടിയതായുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട ഇ ഡി കേസ് അന്വേഷണമൊക്കെ തന്നെ നടന്ന സമയത്ത് സമാനമായ വലിയ പ്രതിഷേധ കാഴ്ചകൾ ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി തന്നെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയൊക്കെ തന്നെ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ കണ്ടതാണ്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം. ശരണിലേക്ക് പോകുന്നു. ശരൺ, ഇപ്പോൾ വീണ തൈക്കണ്ടിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുന്നു. 7 മണിക്കൂർ നീളുന്ന മൊഴിയെടുക്കൽ എന്ന് പറഞ്ഞാൽ അത് ദീർഘമാണ്. ഇത്ര നേരം മൊഴിയെടുക്കലും രേഖകൾ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രേഖകൾ കിട്ടിയതായി ഇ ഡി സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിന് സമൻസ് നൽകുമെന്ന് പറയുന്നു. നേരത്തെ വന്ന വിവരം അനുസരിച്ച് പിണറായി വിജയനിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു, മൊഴിയെടുത്തിരുന്നു എന്നുള്ള സൂചനകളായിരുന്നു. അക്കാര്യം സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ ശരൺ? സ്മൃതി, ഈ റെയ്ഡ് സമയത്ത് 2 പേരും, അതായത് വീണ വിജയനും പിണറായി വിജയനും അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിണറായി വിജയന്റെ മൊഴി എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പിണറായി വിജയൻ ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. മറിച്ച് വീണ വിജയന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് 7 മണിക്കൂർ നീണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം 6 മണിയോട് കൂടി ആരംഭിച്ച റെയ്ഡാണ്. അതിനിടയിൽ ഈ പരമാവധി അവരെ സംബന്ധിച്ച്, ഇ ഡിയെ സംബന്ധിച്ച് പരമാവധി രേഖകൾ ശേഖരിക്കുകയായിരുന്നു
തന്നെയായിരുന്നു ലക്ഷ്യം. അതിൽ ചില രേഖകൾ അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് വീണ വിജയന്റെ മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ശേഖരിച്ച രേഖയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മൊഴിയെടുപ്പ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രാഥമിക മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നെന്നുള്ളതാണ് ED പറയുന്നത്. ഇനി പ്രധാനമായും ഈ ശേഖരിച്ച മൊഴിയും വിവരങ്ങളും ഒക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധിച്ചതിന് ശേഷമായിരിക്കും EDയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വീണ വിജയനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുക. എന്തായാലും നേരത്തെ എപ്പോഴായിരിക്കും വീണ വിജയന്റെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകുമെന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ED വ്യക്തമാക്കുന്നത് വൈകാതെ തന്നെ അതുണ്ടാകുമെന്നുള്ളതാണ്. ഈ റെയ്ഡ് ഇന്നത്തെ റെയ്ഡ് പൂർത്തിയാക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുമോ? ഇതിപ്പോൾ പിണറായി വിജയന്റെ വീട്ടിനകത്തു നിന്നുള്ള തലസ്ഥാനത്തെ വീട്ടിനകത്തുള്ള വിവരങ്ങൾ മാത്രമാണോ EDയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്? അതോ ഈ 12 ഇടത്ത് ഒരേ സമയത്ത് നടന്നിരിക്കുന്ന ഈ റെയ്ഡ്, ഈ പരിശോധന ഇന്ന് പൂർത്തിയാവുകയാണ് എന്ന് കൂടിയാണോ അർത്ഥമാക്കുന്നത്? നേരത്തെ രാവിലെ ശരൺ പറയുമ്പോൾ നാളത്തേക്ക് കൂടി റെയ്ഡ് നീളാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. സ്മൃതി, ഇങ്ങനെയുള്ള പ്രമാദമായ കേസുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് അവർക്ക് എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തൊരു ദിവസത്തേക്ക് കൂടി അത് നീണ്ടു പോകാറുണ്ട്. ഇപ്പോഴും അതിൽ വ്യക്തതയില്ല. നാളേക്ക് നീണ്ടു പോകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ED ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണ്. ആ റെയ്ഡിലെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അതായത് 6 മണിക്ക് തുടങ്ങിയ റെയ്ഡ്, അതിനിടയിൽ തന്നെ വീണ വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിനായിട്ട് വൈകാതെ തന്നെ സമൻസ് നൽകുമെന്നടക്കമുള്ള വിവരങ്ങളാണ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് 11 ഇടങ്ങളിൽ കൂടി റെയ്ഡുകൾ തുടരുന്നുണ്ട്. നമുക്കറിയാം, ബംഗളൂരുവിലെ ഈ എക്സാലോജിക്കിന്റെ ഓഫീസിലടക്കം റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ആ റെയ്ഡുകളൊക്കെ തന്നെ എപ്പോൾ പൂർത്തിയാവുന്ന കാര്യത്തിൽ കൂടിയാണ് വ്യക്തത വരാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ റെയ്ഡ് എല്ലാ ഇടങ്ങളിലും 12 ഇടങ്ങളിലും നടക്കുമ്പോൾ